കുറേ മക്കൾക്കുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ബസ് ഞാൻ +1 പഠിച്ചിട്ടില്ല, ഞാൻ +2 മാത്രമാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഈ +1 കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അല്ലെങ്കിൽ +1 തുടങ്ങിയിട്ടുണ്ടാകും, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് മോട്ടിവേഷനൊക്കെ നിന്നുപോയി, പിന്നെ അത് മൈൻഡ് ചെയ്തില്ല, അപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് എനിക്ക് പഠിക്കാതെ ഇരിപ്പുണ്ട്. ഇനി എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് 2026 ഞാൻ വിചാരിച്ച രീതിയിൽ റാങ്ക് കിട്ടും. കുറേ മക്കളുടെ ഒരു പ്രശ്നമാണ്. അപ്പം നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞു അല്ലേ, +1 നമ്മുടേത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? എൻ്റെത് പോയി, എനിക്കിനിയൊന്നും പറ്റില്ല, എന്നെക്കൊണ്ടിനൊന്നും പറ്റില്ല, ഞാനിനി എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, നമ്മളിങ്ങനെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം നിങ്ങളങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക്, അതായത് നമ്മുടെ ഈ +2ലേയുള്ള ടോപ്പിക്സ് കൂടി പഠിക്കാനുള്ള സമയം ഇല്ലാണ്ടാക്കും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സംഭവം ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, +1 നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പം നീറ്റിന് വേണ്ടി പഠിച്ച് കാണില്ല, നീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കാണില്ല. അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അസസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ +1 ആണെങ്കിൽ +1 എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ട്? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ ഈ ബയോളജിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, എത്ര ചാപ്റ്റർ ചെയ്തിട്ടില്ല, ചാപ്റ്റേഴ്സ് ഏതൊക്കെ. ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ല. കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചില്ല. ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് NCERT ലെവലിലെങ്കിലും ഈ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ അറിയുമെങ്കിൽ, കാരണം നമ്മൾ പബ്ലിക് എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് NCERT ലെവലിലെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾ MCQs ഒന്നും അധികം പ്രാക്ടീസ് ചെയ്യാത്തതായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. പക്ഷെ ഒട്ടും അറിയില്ല, +1 കംപ്ലീറ്റ് ഉഴപ്പി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മാർക്സ് കൊടുക്കാം. ഇവിടെ നമ്മൾ റിഗ്രറ്റ് ചെയ്യല്ല വേണ്ടത്, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പം +1 നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ NCERT പഠിച്ച മക്കളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് അവിടെ കൂടുതലും MCQs പ്രാക്ടീസ് ചെയ്യാം. ഇനി NCERT ഒന്നും പഠിച്ചിട്ടില്ല, +1 മൊത്തത്തിൽ ഉഴപ്പി, അതായത് +1 മാർക്സ് നല്ല രീതിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, NCERT മുതൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നല്ല മാർക്സ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERT ലെവലിൽ പഠിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് ആദ്യം ബയോളജി വെച്ച് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. ബയോളജിയുടെ കാര്യത്തിൽ നിങ്ങൾ NCERT ലൈൻ ബൈ ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ നീറ്റ് എക്സാമിന് പിന്നെ അത്ര അധികം നിങ്ങൾ വേറെ എഫേർട്ട് എടുക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഒരു പകുതി ഇവിടെ ആയിരുന്നു നമുക്ക് വേണേൽ പറയാം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്സ് ക്ലിയർ ആണോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം പഠിക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നമ്മുടെ കോച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് സിമ്പിൾ കോൺസെപ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ MCQ ചെയ്യാവുള്ളൂ. അപ്പോൾ ബയോളജിയുടെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ NCERT പഠിച്ച് നിങ്ങൾക്ക് നേരിട്ട് MCQs ചെയ്യാൻ തുടങ്ങിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം ബയോളജി ഈസ് ലിറ്ററലി ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, പക്ഷേ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ ആ പറഞ്ഞ രീതിയിൽ നമുക്ക് മതിയാവില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സ്കൂളും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു നീറ്റിൻ്റെ കാര്യങ്ങളും കൂടെ ബാലൻസ് ചെയ്ത് പോകണം. വിത്തൗട്ട് സ്ട്രെസ് ആയിരിക്കണം. ഇത് ഓൾറെഡി ആലോചിച്ച് അയ്യോ പോയല്ലോ എന്നാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. നിങ്ങളൊരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റിൽ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്കൂൾ അവേഴ്സ് നിങ്ങളുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് +2 പഠിക്കാനില്ലേ, ആ +2നെ വിട്ട് നിങ്ങൾ കളിക്കരുതേ. +2നെയും കൂടി വിട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. ഓക്കെ, അതിനുശേഷം ഈവനിങ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് സിലബസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ വേദ ബാച്ച് നീറ്റിൻ്റെ ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് എന്തുണ്ടാകും, നമുക്ക് +2 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. സാറ്റർഡേ സൺഡേസിലാണെങ്കിൽ നമുക്ക് നീറ്റിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സമയങ്ങളിൽ എന്ത് ചെയ്യണം, നീറ്റിൻ്റെ നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇന്ന് 24 hours എല്ലാവർക്കും കൊടുക്കുന്നത്, ഇന്ന് നിനക്ക് ഞാൻ 25 hours തരാം എന്ന് പറഞ്ഞ് എക്സ്ട്രാ 1 hour നമുക്ക് ആരും തരില്ല. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാറുണ്ട്, നമുക്കത് പോകാതിരിക്കാം അല്ലേ. നമ്മൾ നീറ്റിന് എയിം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് തോന്നും. ഇന്ന് ശരിക്കും നിങ്ങളൊരു ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു 2 hour ഗെയിം കളിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ആ ഗെയിം കളിക്കുന്ന സമയം മാറ്റി വെച്ചിട്ട് നിങ്ങൾ +1 വേണ്ടി കൊടുക്കുക. അതൊരിക്കലും +2 കോംപ്രമൈസ് ചെയ്തിട്ട്
ആവരുത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യം വൃത്തിക്കാണ് പഠിക്കുന്നതെന്ന് നോക്കുക. ഇന്ന് ഞാൻ 5 ചാപ്റ്റർ പഠിക്കും, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ 5 ചാപ്റ്റർ കവർ, സക്സസ്ഫുൾ. അങ്ങനെയല്ല, നമ്മൾ ക്വാളിറ്റിയിൽ പഠിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്, നോട്ട് ക്വാണ്ടിറ്റി. കുറേ ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഇരുന്ന് ഇങ്ങനെ വെറുതെ വായിച്ച് ആർക്കോ വേണ്ടിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടോ, അത് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രം എൻഷുർ ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ടിപ്പ്, നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയ മിസ് ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങും, നാളെ അത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ട ടൈം പോലും വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കണ്ട. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങി, ആ ചാപ്റ്റർ പഠിച്ച് തീർന്നില്ല, എൻ്റെ മോട്ടിവേഷൻ പോയി, എനിക്ക് പറ്റിയില്ല, അങ്ങനെ കരുതണ്ട. നിങ്ങൾ ഇത്രയും പഠിച്ചില്ലേ, വെരി ഗുഡ്, നിങ്ങൾ നാളെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ പെർഫെക്ഷന് വേണ്ടി എയിം ചെയ്യാതെ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് എയിം ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു ദിവസമൊക്കെ വയ്യായ്മ കാരണമോ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും, നമുക്ക് മനുഷ്യന്മാരാണല്ലേ, അസുഖങ്ങളൊക്കെ വരും, ചിലപ്പം നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാകും. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിട്ട് നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട, ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വയ്യാതെ ആയി കഴിയുമെന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലാനൊക്കെ പോയി, ഞാൻ ഇന്നൊരു ദിവസം നഷ്ടപ്പെടുത്തി, അങ്ങനെ കരുതണ്ട. മനുഷ്യനല്ലേ, ക്ഷീണമൊക്കെ കാണും. അപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. പക്ഷേ +1 പഠിച്ചില്ല എന്ന് കരുതി ഇപ്പോൾ +2 പഠിക്കേണ്ട സമയത്ത് പോയിരുന്ന് +1 പഠിക്കരുത്. ഇപ്പോൾ നിങ്ങൾ +2 കറക്റ്റ് വഴിയിൽ തന്നെ മുന്നോട്ട് പോവുക. അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടാക്കി നിങ്ങൾ +1 ഇടയ്ക്ക് പഠിച്ചാൽ മതി. റെഡി? അപ്പം നമുക്ക് +1 പഠിക്കാതെ നമുക്ക് +2 മാത്രം പഠിച്ചാൽ നീറ്റ് കിട്ടും, അങ്ങനെയല്ല. നമുക്ക് +1 50%, +2 50% ആണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള മക്കളല്ലേ, അപ്പോൾ നിങ്ങൾ NCERT എങ്കിലും പഠിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം നമുക്ക് കംപ്ലീറ്റ് ഹോപ്പ് കൈവിടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ വരുമ്പോൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.